സേനാപതി ധസ്മരൻ, താങ്കൾ സ്വർഗത്തിൽ ദേവരാജന്റെ സമീപം അസുരരാജന്റെ സന്ദേശവുമായി പോകണം. തന്റെ ദൂതനീതി കൊണ്ട് ദേവരാജൻ ഇന്ദ്രനെ നമ്മുടെ ആധിപത്യം സ്വീകരിപ്പിക്കാൻ നിർബന്ധിതനാക്കണം. ഈ ദേവന്മാർ അത്യന്തം കുടിലന്മാരാണ്. അവർ കയർത്ത് സംസാരിച്ചാലും താങ്കൾ ക്ഷുഭിതനാകരുത്. അവരുടെ മധുരവാണിയിൽ ഭ്രമിച്ച് മായാജാലത്തിൽ പെടരുത്. അങ്ങയുടെ കൽപ്പന പാലിക്കപ്പെടും ഗുരുവര. പോകൂ, വിധാതാവ് നിനക്ക് നല്ലത് വരുത്തട്ടെ. സാഫല്യം നേടുക ദേവന്മാരുടെ ജന്മസിദ്ധമായ അധികാരമാണ് ദേവരാജ. അത് രാജ്യകാര്യമാകട്ടെ, യുദ്ധമാകട്ടെ, ദേവന്മാർ അവരുടെ ബലവും ബുദ്ധിശക്തിയും കൗശല്യവും സ്വയം പ്രകടിപ്പിച്ചുകൊണ്ട് ശത്രുക്കളെ പരാജയപ്പെടുത്തുക തന്നെ വേണം. അതാണ് ന്യായവും ധർമ്മവും, ഒപ്പം ഉചിതവും. അതായത് പരിതസ്ഥിതിയും സമയവും അനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ് ബുദ്ധി. ദേവരാജ, അസുര സേനാപതി ജലന്ധരന്റെ ദൂതൻ അങ്ങയ്ക്ക് ഒരു സന്ദേശം കൊണ്ടുവന്നിരിക്കുന്നു. അങ്ങയുടെ സമക്ഷം ആ സന്ദേശം സമർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. അസുരപതി ഒരു സന്ദേശം? ദൂതനെ അയച്ചതിന്റെ ഉദ്ദേശം എന്തായിരിക്കും? നമുക്ക് ജലന്ധരനുമായി ഒരു ബന്ധവുമില്ല, പിന്നെ എന്തിനു ദൂതനെ കാണണം? വരുണദേവ, നമുക്ക് അയാളെ കാണേണ്ടതില്ല. പക്ഷെ ദേവരാജ, ഒരു ശക്തിശാലിയായ അധിപതിയുടെ ദൂതനെ സ്വീകരിക്കാതിരിക്കുക എന്നത് ധർമ്മത്തിനും നീതിക്കും രണ്ടിനും വിരുദ്ധമാണ്. താങ്കൾ അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കണം, ശ്രദ്ധയോടെ സന്ദേശം ശ്രവിക്കണം. ഗുരുദേവ, അങ്ങയുടെ അഭിപ്രായം അങ്ങനെയെങ്കിൽ ശരി, അയാളെ വിളിപ്പിക്കാം. വരുണദേവ, ദൂതനെ വിളിച്ചാലും. ആജ്ഞ പോലെ ദേവരാജ. ഗുരുദേവ, അങ്ങയുടെ അനുമാനത്തിൽ ഈ ദൂതൻ എന്തുദ്ദേശത്തിൽ വന്നതാകും? ഉദ്ദേശം തീർച്ചയായും വളരെ പ്രാധാന്യമേറിയതായിരിക്കും ദേവരാജ. ഒരു ദുഷ്ടനായ ശക്തിശാലി ഒരപരിചിതന്റെ സമീപം വരുന്നത് ഏതെങ്കിലും സ്വാർത്ഥ ഉദ്ദേശത്തോടു കൂടി തന്നെ ആയിരിക്കണം. ദേവരാജൻ ഇന്ദ്രനെ അസുരാധിപതി ജലന്ധരന്റെ ദൂതൻ നമസ്കരിക്കുന്നു. ദേവരാജ, അസുര സേനാപതി ധസ്മരൻ അസുരരാജൻ ജലന്ധരന്റെ സന്ദേശം അറിയിക്കുവാനായി ഇച്ഛിക്കുന്നു. തീർച്ചയായും സേനാപതി ഭസ്മരൻ, താങ്കൾക്ക് സ്വർഗലോകത്തിൽ സ്വാഗതം. പറയണം, എന്താണ് നമുക്കുള്ള സന്ദേശം? ഉടൻ തന്നെ ഈ അതിമനോഹര സ്വർഗം നമ്മുടെ അധീനത്തിലാകും. സേനാപതി ഭസ്മരൻ, പറയൂ, എന്താണ് നമുക്കുള്ള സന്ദേശം? ദേവരാജൻ ഇന്ദ്ര, നമ്മുടെ സ്വാമി അസുരരാജൻ ജലന്ധരൻ ഈ സുന്ദര സ്വർഗത്തെ കണ്ട് അതിപ്രസന്നനാണ്. ദേവരാജൻ ഇന്ദ്രൻ, എന്റെ സ്വാമിയുടെ ഇച്ഛയാണ് താങ്കൾ അദ്ദേഹത്തിന്റെ ആധിപത്യം സ്വീകരിക്കണമെന്നത്. ഒപ്പം ഈ സ്വർഗത്തിന്റെ ഭരണം അദ്ദേഹത്തെ ഏൽപ്പിക്കണമെന്നും. അങ്ങനെ ഒരു ദേവാസുര യുദ്ധം ഒഴിവാക്കാം. ദേവരാജ, ഇതെന്ത് അഹങ്കാരമാണ്? യുദ്ധത്തിന് പകരം സ്വർഗം അടിയറ വയ്ക്കാനോ എന്തിനു നൽകണം? ഇവന്റെ ഒരു ദുസ്സാഹസം, ഇവന്റെ ജീവൻ എടുക്കണം ദേവരാജ. സാഹസം ഇവന്റെ സ്വാമി ജലന്ധരന്റെയാണ് ദേവരാജ. ദണ്ഡന അവനാണ് നൽകേണ്ടത്. ദണ്ഡന അവനും ലഭിക്കും. പക്ഷേ ഇപ്പോൾ അഹംഭാവം ഈ ദുഷ്ടനാണ് കാണിച്ചത്. ഈ ദുഷ്ടനെ ഇവിടെ തന്നെ സമാപ്തനാക്കണം. എന്റെ അടുത്ത് ക്രൂരമായി പെരുമാറുന്നതിന്റെ ഫലം എന്തെന്ന് നിങ്ങൾക്കറിയാമോ? മഹാബലി ജലന്ധരൻ നിങ്ങളെല്ലാം വധിച്ച് ഭസ്മമാക്കി കളയും. സേനാപതി ധസ്മരൻ, നീ ഇവിടെ വരുന്നതിന് മുൻപും ഇവിടെ എത്തിയതിനു ശേഷവും നിന്റെ മഹാബലി ജലന്ധരൻ ഇതിന്റെ പരിണാമത്തെക്കുറിച്ച് അറിയില്ലായിരുന്നോ? അവൻ നിന്നെ ഇങ്ങോട്ടൊരു സന്ദേശവും കൊണ്ട് അയച്ചിരിക്കുന്നു. സ്വർഗം നിങ്ങൾക്ക് തരണമെന്നോ? മൺപാവകളാണോ ഞങ്ങൾ? നന്നായി, നീ ഒരു ദൂതനായത് നന്നായി. ഇല്ലെങ്കിൽ ഞാൻ ഇല്ലെങ്കിൽ എന്താ? നീ എന്റെ പ്രാണൻ എടുക്കുമോ? മനസ്സിലെ ആഗ്രഹം പൂർത്തിയാക്കി നോക്കൂ ദേവരാജ. പിന്നെ അതിന്റെ പരിണാമവും നോക്കിക്കോ. നീ വീണ്ടും വീണ്ടും പരിണാമത്തെക്കുറിച്ച് പറഞ്ഞ് ഞങ്ങളെ ഭയപ്പെടുത്തുകയാണോ? ഇവന്റെ മനസ്സിലും വാക്കിലും അസുരാജൻ ജലന്ധരൻ കുടിയിരിക്കുന്നു ദേവരാജ.
ഇവരെ സമാപ്തനാക്കണം ദേവരാജ. ഇവന്റെ വാക്കുകൾക്ക് ഒരു വിരാമമിടണം. താങ്കൾ പറഞ്ഞത് സത്യമാണ് മേഘരാജ. അത് തന്നെ ഉചിതം. നീച, ദുഷ്ട, അരുത് ദേവരാജ, അരുത്. അതിഥിയും ദൂതനും രണ്ടുപേരും ബഹുമാന്യരാകുന്നു. നമ്മുടെ പാരമ്പര്യവും സംസ്കാരവും അവർക്ക് എന്നെന്നും ആദരവ് നൽകുന്നു. ഇപ്പോഴും നാം നമ്മുടെ പാരമ്പര്യത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കില്ല. പക്ഷേ ഗുരുവര, അരുത് വരുണദേവ, അരുത്. ദുഷ്പ്രവർത്തികൾ നമ്മൾ ദേവന്മാർക്ക് യോജിച്ചതല്ല. ദേവരാജനും ഈ സത്യം തീർച്ചയായും അംഗീകരിക്കും. ദുഷ്പ്രവർത്തികൾ കേവലം ദുർജനമേ ചെയ്യുകയുള്ളൂ. ജീവികളോടെല്ലാം സദ്ഭാവന പുലർത്തുന്ന ദേവന്മാരും മാനവരും ചെയ്യില്ല. അങ്ങ് പറഞ്ഞ സത്യത്തെ നിരാകരിക്കാനാകില്ല ഗുരുദേവ. പക്ഷേ നമ്മോട് ചെയ്ത ദുഷ്പ്രവൃത്തിയെ നമുക്ക് സഹിക്കുവാനാകില്ല. അങ്ങ് തന്നെ പറയണം, ഈ ദൂതന് എന്താണ് ഉത്തരം നൽകേണ്ടത്? അതിനെക്കുറിച്ച് അങ്ങ് വിഷമിക്കേണ്ട ദേവരാജ. ആ കാര്യം ഞാൻ സ്വയം നിർവഹിക്കാം. അസുരരാജൻ ജലന്ധരന്റെ ദൂതൻ ദസ്മര, നിന്റെ സ്വാമിയോട് ചെന്ന് പറയുക, സ്വർഗം ദേവന്മാരുടെയാണെന്നും ആയിരിക്കുകയും ചെയ്യുമെന്ന്. അയാൾ സ്വർഗത്തിന് നേരെ നോക്കിപ്പോയാൽ ദേവാസുര യുദ്ധം അനിവാര്യമാകുമെന്നും. അസുരന്മാർ യുദ്ധത്തിൽ നിന്ന് ഒരിക്കലും പിന്മാറില്ല. അവർ എന്നെന്നും യുദ്ധത്തിന് തയ്യാറിലാണ്. ഇപ്പോൾ നിങ്ങളും തയ്യാറായിക്കൊള്ളുക. അസുരരാജൻ മഹാബലി ജലന്ധരൻ വിജയിക്കട്ടെ. ദേവരാജ, താങ്കൾ അസുരരാജൻ ജലന്ധരന്റെ ആക്രമണം സുനിശ്ചിതമെന്ന് മാനിച്ച് ആരുടെയും സഹായം കാക്കാതെ യുദ്ധത്തിന് തയ്യാറെടുക്കുക. ദേവന്മാരെ, യുദ്ധത്തിന് തയ്യാറാവുക. നമുക്ക് അസുരാധിപതി ജലന്ധരന് കടുത്ത ശിക്ഷ നൽകണം. സമസ്ത അസുരന്മാരും എന്നേക്കുമായി അവരുടെ ദുഷ്ടതയും അഹംഭാവവും മറക്കണം. യുദ്ധം ആഗ്രഹിക്കുന്നു. കേട്ടില്ലേ, കേട്ടില്ലേ ഗുരുവര, അങ്ങ് ഭീരുക്കളായ ദേവന്മാർ യുദ്ധം ആഗ്രഹിക്കുന്നു. അതും മഹാബലി ജലന്ധരനുമൊത്ത്. നാം അവരുടെ ഇച്ഛ പൂർത്തിയാക്കും ദൈത്യരാജൻ ജലന്ധര. ഇതിനു മുൻപും അനേകം തവണ അസുരന്മാർ ദേവന്മാരെ ഛിന്ന ഭിന്നമാക്കി അധികാരം സ്ഥാപിച്ചിട്ടുണ്ട്. ഇത്തവണ വീണ്ടും ദേവന്മാരെ പരാജയപ്പെടുത്തി സ്വർഗം പിടിച്ചെടുക്കും. സേനാപതി ദസ്മർ, കൽപ്പിച്ചാലും ദൈത്യരാജ. യുദ്ധത്തിന് തയ്യാറെടുക്കുക. അസുരന്മാരെ, നിങ്ങളുടെ സമ്പൂർണ്ണ ശക്തിയും സംഘടിപ്പിക്കുക. വജ്രവേഗത്തിൽ സ്വർഗലോകത്തെ ആക്രമിച്ച് ദേവന്മാരെ പരാജയപ്പെടുത്തുക. മഹാബലി ദൈത്യരാജൻ ജലന്ധരൻ നാരായണ 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 ശ്രീമൻ നാരായണ നാരായണ നാരായണ. എവിടെ നിന്ന് വരുന്നു നാരദ? ഭൂതനാഥ, അങ്ങയ്ക്കറിയാം ഞാൻ ബ്രഹ്മലോകത്തുനിന്ന് വരുന്നുവെന്ന്. പിന്നെ എന്തിനീ ചോദ്യം? വിശ്വനാഥ, അങ്ങയ്ക്കിതും അറിയാം. ഞാൻ ബ്രഹ്മദേവനിൽ നിന്ന് ഒരു വാർത്തയും കൊണ്ടുവന്നിരിക്കുകയാണെന്ന്. ഇനി ദേവന്മാരും അസുരന്മാരും തമ്മിൽ നടക്കാവുന്ന യുദ്ധം തടയുക അസംഭവ്യമത്രേ. ബ്രഹ്മവാക്യം സത്യമാകും. ബ്രഹ്മദേവൻ പറഞ്ഞതെല്ലാം സംഭവിക്കുക തന്നെ ചെയ്യും. താങ്കൾ പറയൂ, ഇവിടെ എന്തുദ്ദേശത്തിലാണ് വന്നത്? ഭഗവാൻ, ഞാൻ വന്നത് അങ്ങയെയും ദേവി പാർവതിയും ദർശിക്കാമെന്ന് ഉദ്ദേശിച്ചായിരുന്നു. പിന്നെ തോന്നി അങ്ങയോട് ചോദിക്കാം, ജലന്ധരന്റെ അന്ത്യം എപ്പോൾ എങ്ങനെ ആയിരിക്കുമെന്ന്. ഈ ചോദ്യം താങ്കൾ ബ്രഹ്മദേവനോട് ചോദിക്കാഞ്ഞതെന്ത്? ചോദിച്ചു, ഞാൻ ചോദിച്ചു, ഭഗവാൻ ചോദിച്ചു. പക്ഷെ പരംപിതാവ് ബ്രഹ്മദേവൻ പറഞ്ഞു, അവധൂതേശ്വരൻ ജലന്ധരനെ തന്റെ ക്രോധത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചു. അതിനാൽ അവന്റെ ഉത്കർഷം പിന്നെ അന്ത്യം ഇവയെക്കുറിച്ച് പറയുവാനുള്ള ഏക അധികാരി ഭഗവാൻ വിശ്വനാഥനാണെന്ന്. എങ്കിൽ കേൾക്കൂ നാരദ, ഞാൻ എന്റെ ആ അധികാരത്തിന്റെ ഉപയോഗം ഇപ്പോൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നില്ല. സംഭവിക്കുന്നതെന്തോ അത് കാണുക, സംഭവിക്കാൻ പോകുന്നതിനെ പ്രതീക്ഷിച്ചിരിക്കുക നാരദ. വൃന്ദ, നിന്റെ പ്രേമം തന്നെ താങ്ങാനാകുന്നില്ല. ഈ പൂജ എന്തിനാണ്? പൂജ താങ്ങേണ്ടതില്ല, സ്വീകരിക്കുകയാണ് വേണ്ടത്. പൂജയ്ക്കൊപ്പം ദൃഢമായി പ്രാർത്ഥിക്കുന്നു, എൻ്റെ സ്വാമി
സദാ സുരക്ഷിതനാകണമെന്ന്. നീ എന്റെ സുരക്ഷയെക്കുറിച്ച് സംശയിക്കുന്നുവോ? സംശയമല്ല, ഞാൻ അങ്ങയുടെ സുരക്ഷ ഇച്ഛിക്കുന്നു. എനിക്ക് ദൃഢവിശ്വാസമുണ്ട്, യുദ്ധത്തിൽ പ്രബലരിൽ പ്രബലനായ ശത്രുവിനു കൂടി അങ്ങേ ഒരു പോറൽ പോലും ഏൽപ്പിക്കാനാവില്ലെന്ന്. എന്റെ പരാക്രമത്തിൽ നിനക്ക് ഇത്ര വിശ്വാസമോ? ഉവ്വ് സ്വാമി, അങ്ങയുടെ പരാക്രമത്തിലും എന്റെ പതിവ്രതാ ധർമ്മത്തിലും. സദാ വിജയിക്കട്ടെ. ദേവരാജ, ദേവരാജ, എന്തുണ്ടായി വരണദേവ? എന്തിനാണ് ഇത്ര പരിഭ്രമിക്കുന്നത്? ദേവരാജ, ജലന്ധരൻ അസുരസേനയെ മൊത്ത് സ്വർഗത്തിന് നേരെ മുന്നേറുന്നു. എന്ത്? അവൻ ഇത്ര ധൈര്യമോ? ദേവസൈന്യത്തെ എതിർക്കാൻ വരുന്നു അവൻ. അവന്റെ സൈന്യം അതിവിശാലമാണ്, ഭയങ്കരവുമാണ്. വേഗം എന്തെങ്കിലും ഉപായം കാണണം ദേവരാജ. സേനാപതി, ആജ്ഞാപിക്കണം ദേവരാജ. ദേവസൈന്യത്തെ തയ്യാറാക്കൂ. രണഭൂമിയിൽ അസുരരാജൻ ജലന്ധരന് മനസ്സിലാകണം, ദേവന്മാരുടെ ശക്തി അപരിമിതമാണെന്ന്. ഈ യുദ്ധത്തിന്റെ പരിണാമവും ഭയങ്കരം തന്നെയായിരിക്കും. സമ്പൂർണ്ണ സ്വർഗവാസികളും വരും കാലങ്ങളിൽ അതിന്റെ പരിണാമത്തെ പുകഴ്ത്തിക്കൊണ്ടിരിക്കും. യുദ്ധമുണ്ടാകും, തീർച്ചയായും ഉണ്ടാകും. ആക്രമിക്കാം!